ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് മത്തയിലയും കൊണ്ട് ഒരു തോരൻ വെക്കാം. അതിനു വേണ്ടി ഞാൻ നമ്മുടെ പറമ്പിൽ നിന്ന് മത്തയിലയെല്ലാം പറിച്ചു കൊണ്ടുവന്ന് കഴുകി വൃത്തിയാക്കി അതിൻ്റെ മണ്ണൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. മത്തയില ഒരു മൂന്നാല് ഇതായിട്ട് കീറിയെടുക്കണം കേട്ടോ. മത്തയില വലുതായിട്ടല്ലേ ഇരിക്കുന്നത്, അത് കീറിയെടുത്തിട്ട് നമുക്കത് പൊടിയായിട്ട് അരിഞ്ഞ് എടുക്കാം തോരൻ വെക്കാൻ വേണ്ടിയിട്ടേ. നമ്മുടെ നാട്ടിൽ ഇതിന് തോരൻ എന്നാണ് പറയുന്നത്, തേങ്ങയിട്ട് തോരൻ വെക്കുന്നതിന്. വേറെ നാട്ടിലൊക്കെ, ചില നാടുകളിലൊക്കെ ഇതിന് ഉപ്പേരി എന്നും പറയും. നമ്മുടെ നാട്ടിൽ തോരൻ എന്ന് പറയുന്നതേ ഉള്ളൂ. പിന്നെ ഇത് നല്ല ഒരു ഇലക്കറിയാണ്. ഇലക്കറികളിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തിയുമായിട്ടുള്ള നല്ല ഒരു തോരനാണ് മത്തയില തോരൻ. ഇവിടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മത്തയില തോരൻ. ഇവിടെ വീട്ടിലെല്ലാവർക്കും ഇഷ്ടമാണ്. എനിക്ക് ഇലക്കറികളിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു തോരനാണ് മത്തയില തോരൻ. അപ്പോൾ നിങ്ങൾക്കും മത്തയില കിട്ടുമ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും, ഞാൻ ഗ്യാരൻറ്റിയാണ്. ഹെൽത്തിയുമാണ്, വിഷാംശമൊന്നും ചേർന്നതല്ല, നമ്മുടെ പറമ്പിൽ നമുക്ക് കിട്ടുന്ന ഇലയാണ്. അപ്പം പ്രകൃതി നമുക്ക് കനിഞ്ഞു തന്നിരിക്കുന്ന ഇലയാണിത്. അപ്പോൾ അതൊന്ന് തോരൻ വെച്ച് നോക്കണം. അപ്പോൾ തോരന് വേണ്ടിയിട്ട് ഞാൻ ഇലയെല്ലാം അരിഞ്ഞു കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ അതിന് ചതയ്ക്കാൻ വേണ്ടിയുള്ള അരപ്പിന് വേണ്ടിയിട്ട് ഒരു സവാള ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കാന്താരി 3-4 ഉള്ളായിരുന്നു, അതും വെളുത്തുള്ളിയും എല്ലാം കൂടെ നമുക്ക് ചതച്ച് കൊണ്ടുവരാം. ജീരകം എടുത്തിട്ടില്ല, ഞങ്ങൾ ഇലക്കറിക്ക് ജീരകം ചേർക്കത്തില്ല കേട്ടോ, അതുകൊണ്ടാണ് ജീരകം എടുക്കാത്തത്. ജീരകം എടുത്തിട്ടില്ല. പിന്നെ ഒരു പാത്രം വെച്ചു, അതിനകത്ത് എണ്ണ ഒഴിച്ച് കടുവിട്ട് അത് പൊട്ടി വന്നപ്പോഴത്തേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ ഇല കൂടി അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇലയെല്ലാം വാടി വരുമ്പോഴത്തേക്ക് നമുക്ക് അരപ്പ് കൂടി അതിനകത്ത് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് തരണേ. അപ്പം നമ്മുടെ ഇതാണ്ട് ഇവിടെ ഇലയെല്ലാം വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തോട്ട് അരപ്പിട്ട് കൊടുക്കാം. അരപ്പിട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടെ ഇച്ചിരി മഞ്ഞൾപ്പൊടി കൂടി ചേർക്കണം. അതായത് ഞാൻ മഞ്ഞൾപ്പൊടി അരപ്പിനകത്ത് ചേർത്തായിരുന്നു, അത് പറയാൻ വിട്ടുപോയി. മഞ്ഞൾപ്പൊടിയും കൂടി ഇടണം, പിന്നെ സ്വല്പം ഉപ്പും കൂടി ചേർക്കണം കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, ഞാൻ മുമ്പേ പറഞ്ഞായിരുന്നു സബ്സ്ക്രൈബ് ചെയ്യണമെന്ന്. സബ്സ്ക്രൈബ് ചെയ്യുമ്പം അതിൻ്റെ അടിയിൽ ഒരു ബെല്ല് വരും. ബെല്ലിലൊന്ന് ടച്ച് ചെയ്യുമ്പം താഴെ ആളെന്ന ഓപ്ഷൻ വരും, അതിലൂടെ ഒന്ന് ടച്ച് ചെയ്യണേ. അപ്പോൾ ഞാനിടുന്ന വീഡിയോയുടെയൊക്കെ ഈ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനടി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഉപ്പ് കൂടി അരപ്പെല്ലാം ഇട്ട്, ഇനി അതിൻ്റെ കൂടെ ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഈ തോരൻ അടച്ചു വെച്ച് വേവിക്കാം ആവിയിൽ. നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു തോരനാണ്. ചീരത്തോരനേക്കാൾ ടേസ്റ്റാണ് മത്തയില തോരന്. നല്ല രുചികരമായ നല്ല ഒരു തോരനാണ്. നിങ്ങളിത് ഉറപ്പായിട്ടും ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ. ഞാൻ 100% ഗ്യാരൻറ്റി തരുന്നു. ഇതാണ് മത്തയില, ദാണ്ട ഇങ്ങനെയാണ് ഇരിക്കുന്നത് കേട്ടോ, മത്തയില അറിയാൻ വയ്യാത്തവർക്ക്. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഓക്കെ, ബായ് കേട്ടോ. ചോന വെന്ത് വന്നിട്ടുണ്ട്, നല്ലൊരു തോരനാണ്. അപ്പം നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് അഭിപ്രായം പറയുക കൊള്ളാമോ ഇല്ലയോ എന്ന്. ഓക്കെ, ബായ്. വേറൊരു വീഡിയോയുമായിട്ട് കാണാം വീണ്ടും.